ന്യായാധിപന്മാർ അധ്യായം 18. ന്യായാധിപന്മാർ 18-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണ് ഉള്ളത്? 31. ന്യായാധിപന്മാരുടെ 18-ാം അധ്യായത്തിലെ ഏക തലക്കെട്ട് ദാൻ ലായിഷ് പിടിക്കുന്നു. 18-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ ഇസ്രായേലിൽ ഇല്ലാതിരുന്നതായി സൂചിപ്പിക്കപ്പെടുന്നത് രാജാവ്. ഇസ്രായേലിൽ രാജാവില്ലാതിരുന്ന കാലത്ത് അധിവസിക്കാൻ അവകാശഭൂമി അന്വേഷിച്ച ഇസ്രായേൽ ഗോത്രം ദാൻ ഗോത്രം. ന്യായാധിപന്മാർ 18-ാം അധ്യായമനുസരിച്ച് ഇസ്രായേലിലെ മറ്റു ഗോത്രങ്ങൾക്കിടയിൽ അധിവസിക്കാൻ അന്നുവരെ അവകാശഭൂമി ലഭിക്കാത്ത ഇസ്രായേൽ ഗോത്രം ദാൻ ഗോത്രം. ഇസ്രായേലിലെ മറ്റു ഗോത്രങ്ങൾക്കിടയിൽ അധിവസിക്കാൻ അവകാശഭൂമി ലഭിക്കാത്തതിനാൽ അന്വേഷിച്ച ദാൻ ഗോത്രക്കാർ കഴിവുറ്റ എത്ര പേരെയാണ് ദേശം ഉറ്റുനോക്കുന്നതിന് അയച്ചത്? 5 പേരെ. അധിവസിക്കാൻ അവകാശഭൂമി അന്വേഷിച്ച ദാൻ ഗോത്രക്കാർ ദേശം ഉറ്റുനോക്കുന്നതിന് കഴിവുറ്റ 5 പേരെ അയച്ചത് എവിടെ നിന്നുമാണ്? സോറായിൽ നിന്നും എഷ്താവോലിൽ നിന്നും. ദേശം ഉറ്റുനോക്കുന്നതിനയച്ച 5 പേരോട് ദാൻ ഗോത്രക്കാർ പറഞ്ഞതെന്താണ്? പോയി ദേശം നിരീക്ഷിച്ചു വരുവിൻ. ദേശം ഉറ്റുനോക്കുന്നതിന് ദാൻ ഗോത്രക്കാർ സോറായിൽ നിന്നും എഷ്താവോലിൽ നിന്നും അയച്ച 5 പേർ എത്തിച്ചേർന്നത് ആരുടെ വീട്ടിലാണ്? മിക്കായുടെ വീട്ടിൽ. മിക്കായുടെ വീടിനെ സമീപിച്ചപ്പോൾ ദേശം ഉറ്റുനോക്കാൻ അയക്കപ്പെട്ട 5 പേർ തിരിച്ചറിഞ്ഞത് ആരുടെ ശബ്ദമാണ്? യുവലേവ്യന്റെ. യുവലേവ്യനോട് ദേശം ഉറ്റുനോക്കാൻ അയക്കപ്പെട്ട 5 പേർ എത്ര ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത്? 3. യുവലേവ്യനോട് ദേശം ഉറ്റുനോക്കാൻ അയക്കപ്പെട്ട 5 പേർ ഉന്നയിക്കുന്ന ആദ്യ ചോദ്യം, നിന്നെ ഇവിടെ കൊണ്ടുവന്നതാരാണ്? യുവലേവ്യനോട് ദേശം ഉറ്റുനോക്കാൻ അയക്കപ്പെട്ടവർ ഉന്നയിക്കുന്ന 3-ാമത്തെ അല്ലെങ്കിൽ അവസാനത്തെ ചോദ്യം, നിന്റെ തൊഴിൽ എന്താണ്? ദേശം ഉറ്റുനോക്കാനെത്തിയവരുടെ ചോദ്യത്തിന് മറുപടിയായി തന്നെ ആര് ശമ്പളത്തിന് നിർത്തിയിരിക്കുന്നുവെന്നാണ് യുവലേവ്യൻ പറയുന്നത്. മിക്ക. യൂദാവംശനായ യുവലേവ്യൻ താൻ ആരുടെ പുരോഹിതനെന്നാണ് ദേശം ഉറ്റുനോക്കാൻ അയക്കപ്പെട്ടവരെ അറിയിക്കുന്നത്? മിക്കായുടെ. ദൈവത്തോട് ആരാഞ്ഞറിയാൻ യുവലേവ്യനായ പുരോഹിതനോട് ദേശം ഉറ്റുനോക്കാൻ അയക്കപ്പെട്ടവർ അഭ്യർത്ഥിക്കുന്നത് എന്താണ്? തങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം നിറവേറുമോ എന്ന്. ദേശം ഉറ്റുനോക്കാൻ അയക്കപ്പെട്ടവർ തങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം നിറവേറുമോ എന്ന് ദൈവത്തോട് ആരാഞ്ഞറിയാൻ അഭ്യർത്ഥിച്ചപ്പോൾ യുവലേവ്യനായ പുരോഹിതൻ നൽകുന്ന സാന്ത്വന വചനങ്ങൾ, സമാധാനമായി പോകുവിൻ, നിങ്ങളുടെ ഈ യാത്രയിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും. സമാധാനമായി പോകുവിൻ, നിങ്ങളുടെ ഈ യാത്രയിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കുമെന്ന യുവലേവ്യനായ പുരോഹിതന്റെ മറുപടി കേട്ട ശേഷം ദാൻ ഗോത്രക്കാരായ 5 പേർ എത്തിയ സ്ഥലം ലായിഷ്. ലായിഷ് ജനത ആരെപ്പോലെ ആയിരുന്നെന്ന സൂചനയാണ് 18-ാം അധ്യായത്തിൽ ലഭിക്കുന്നത്. സീദോന്യരെ പോലെ. ലായിഷ് സീദോന്യ ജനതകളുടെ സവിശേഷതകളായി ന്യായാധിപൻ 18-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നവ: സുരക്ഷിതർ, പ്രശാന്തർ, നിർഭയർ. സുരക്ഷിതരും പ്രശാന്തരും നിർഭയരുമായ ലായിഷ് ജനങ്ങളുടെ മറ്റ് 2 സവിശേഷതകൾ: ഒന്നിനും കുറവില്ലാത്തവർ, സമ്പന്നർ. ലായിഷ് ജനങ്ങൾ അകലെ താമസിച്ചിരുന്നത് ഏത് ജനതകളിൽ നിന്നാണ്? സീദോന്യരിൽ നിന്ന്. ന്യായാധിപന്മാരുടെ 18-ാം അധ്യായമനുസരിച്ച് ആരുമായും സംസർഗമില്ലാതിരുന്ന ജനവിഭാഗം ഏത്? ലായിഷ് ജനത. ദേശം ഉറ്റുനോക്കാൻ സേറായിൽ നിന്നും എഷ്താവോലിൽ നിന്നും അയക്കപ്പെട്ട ദാൻ ഗോത്രക്കാരായ 5 പേർ ആരുടെ അടുത്താണ് തിരിച്ചെത്തിയത്? സോറായിലും എഷ്താവോലിലുമുള്ള സഹോദരന്മാരുടെ. ദേശം ഉറ്റുനോക്കാൻ പോയി തിരിച്ചെത്തിയവരോട് സോറായിൽ നിന്നും എഷ്താവോലിലുമുള്ള സഹോദരന്മാർ ചോദിച്ചത് എന്തായിരുന്നു? നിങ്ങൾ ശേഖരിച്ച വിവരങ്ങൾ എന്തെല്ലാം? ദേശം ഉറ്റുനോക്കാൻ പോയി തിരിച്ചെത്തിയ ദാൻ ഗോത്രക്കാർ സഹോദരന്മാർക്ക് നൽകുന്ന മറുപടിയായി ലായിഷ് പ്രദേശത്തിന് നൽകുന്ന വിശേഷണം: വളരെ ഫലഭൂയിഷ്ഠമായ സ്ഥലം. നിഷ്ക്രിയരായിരിക്കാതെ വേഗം ചെന്ന് വളരെ ഫലഭൂയിഷ്ഠമായ ലായിഷ് പ്രദേശം കൈവശമാക്കാൻ ദേശം ഉറ്റുനോക്കാൻ പോയവർ ആവശ്യപ്പെടുന്നത് ആരോടാണ്? സഹോദരന്മാരോട്. ന്യായാധിപന്മാർ 18:7-10 അനുസരിച്ച് ലായിഷ് ജനതയ്ക്ക് നൽകപ്പെടുന്ന സവിശേഷതകൾ എന്തൊക്കെയാണ്?
സുരക്ഷിതർ, പ്രശാന്തർ, നിർഭയർ, ഒന്നിനും കുറവില്ലാത്തവർ, സമ്പന്നർ, ആരുമായും സംസർഗമില്ലാത്തവർ, ശങ്കയില്ലാത്ത ജനത. ന്യായാധിപന്മാർ 18:9-10 വാക്യമനുസരിച്ച് ലായിഷ് പ്രദേശത്തിന് നൽകപ്പെടുന്ന വിശേഷണങ്ങൾ: വളരെ ഫലഭൂയിഷ്ഠമായ സ്ഥലം, വളരെ വിശാലമായ, ഒന്നിനും ക്ഷാമമില്ലാത്ത പ്രദേശം. ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായ എത്ര പേരാണ് സോറ, എഷ്താവോൽ പ്രദേശങ്ങളിൽ നിന്നും ലായിഷ് ആക്രമിക്കാൻ പുറപ്പെട്ടത്? 600. സോറ, എഷ്താവോൽ പ്രദേശങ്ങളിൽ നിന്നും ലായിഷ് ആക്രമിക്കാൻ പുറപ്പെട്ട ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായ 600 പേർ പാളയമടിച്ചത് എവിടെയാണ്? യൂദായിലെ കിരിയാത്ത് യെയാറീമിൽ. ദാൻ ഗോത്രക്കാർ പാളയമടിച്ചതിനാൽ കിരിയാത്ത് യെയാറീം അറിയപ്പെടുന്നത് എങ്ങനെ? മഹനേദാൻ, സേറ, എഷ്താവോൽ പ്രദേശങ്ങളിൽ നിന്ന് പുറപ്പെട്ട് യൂദായിലെ കിരിയാത്ത് യെയാറീമിൽ പാളയമടിച്ച ശേഷം ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായ 600 പേർ കടന്നതെവിടെയാണ്? എഫ്രായിം മലനാട്ടിൽ. കിരിയാത്ത് യെയാറീമിൽ നിന്ന് എഫ്രായിം മലനാട്ടിലെത്തിയ ദാൻ ഗോത്രക്കാർ തുടർന്ന് എത്തിയത് ആരുടെ ഭവനത്തിലാണ്? മിക്കായുടെ. മിക്കായുടെ ഭവനത്തിൽ എന്തൊക്കെയുള്ള വിവരമാണ് ലായിഷ് ദേശത്ത് ചാരവൃത്തി നടത്തിയവർ സഹോദരന്മാരെ അറിയിക്കുന്നത്? ഒരു എഫോദ്, കുലവിഗ്രഹങ്ങൾ, ഒരു കൊത്തുവിഗ്രഹം, ഒരു വാർപ്പ് വിഗ്രഹം. ദാൻ ഗോത്രക്കാർ മിക്കായുടെ ഭവനത്തിൽ വെച്ച് കുശലം പറഞ്ഞത് ആരോടാണ്? യുവലേവ്യനോട്. 600 ദാൻകാർ എന്തണിഞ്ഞുകൊണ്ടാണ് മിക്കായുടെ ഭവനത്തിലെ പടിവാതിൽക്കൽ നിന്നത്? പടക്കോ പണിഞ്ഞ്. മിക്കായുടെ ഭവനത്തിൽ കടന്നു ചെന്ന് കൊത്തുവിഗ്രഹവും എഫോദും കുശലവിഗ്രഹങ്ങളും എടുത്തത് ആരാണ്? ചാരവൃത്തി നടത്താൻ പോയിരുന്ന 5 പേർ. മിക്കായുടെ ഭവനത്തിൽ കടന്നു ചെന്ന് ദാൻ ഗോത്രക്കാരായ 5 പേർ കൊത്തുവിഗ്രഹവും എഫോദും കുലവിഗ്രഹങ്ങളും എടുത്ത അവസരത്തിൽ പടിവാതിൽക്കൽ നിന്നിരുന്നവർ പുരോഹിതരും ആയുധധാരികളായ 600 പേരും. മിക്കായുടെ ഭവനത്തിൽ കടന്നു ചെന്ന് ദാൻ ഗോത്രക്കാരായ 5 പേർ കൊത്തുവിഗ്രഹവും എഫോദും കുലവിഗ്രഹങ്ങളും എടുത്തപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചത് ആര്? പുരോഹിതൻ. മിണ്ടരുത്, വായ് പൊത്തി ഞങ്ങളോടുകൂടെ വരണമെന്ന് ദാൻ ഗോത്രക്കാർ ആജ്ഞാപിക്കുന്നത് ആരോടാണ്? പുരോഹിതനോട്. യൂദാ വംശജനും യുവലേവിനുമായ പുരോഹിതനോട് ഞങ്ങൾക്ക് എന്തായിരിക്കണമെന്നാണ് ദാൻ ഗോത്രക്കാർ ആവശ്യപ്പെടുന്നത്? പിതാവും പുരോഹിതനും. ഒരുവന്റെ വീടിനു മാത്രം പുരോഹിതനായിരിക്കുന്നതോ ഇസ്രായേലിൽ ഒരു ഗോത്രത്തിനും വംശത്തിനും പുരോഹിതനായിരിക്കുന്നതോ? ഏതാണ് നിനക്ക് നല്ലതെന്ന ചോദ്യം യൂദാ വംശജനായ യുവലേവിനായ പുരോഹിതനോട് ഉന്നയിക്കുന്നതാര്? ദാൻ ഗോത്രക്കാർ. പ്രശാന്തരും ശങ്കയില്ലാത്ത ജനതയുമായി ലായിഷ് ജനത്തെ വിശേഷിപ്പിക്കുന്ന ഗ്രന്ഥകാരൻ ആരുടെ ഹൃദയം സന്തുഷ്ടമായെന്നാണ് രേഖപ്പെടുത്തുക? യുവലേവിനായ പുരോഹിതന്റെ. ഹൃദയം സന്തുഷ്ടമായ യൂദാ വംശജനായ ബത്ലഹേമിൽ നിന്നുള്ള യുവലേവിനായ പുരോഹിതൻ എന്തൊക്കെ എടുത്തുകൊണ്ടാണ് ദാൻ ഗോത്രക്കാരോടൊപ്പം പോയത്? എഫോദ്, കുലവിഗ്രഹങ്ങൾ, കൊത്തുവിഗ്രഹം. വസ്തുവകകളോടൊപ്പം എന്തൊക്കെ മുൻപിൽ നിർത്തിയാണ് ദാൻ ഗോത്രക്കാർ മിക്കായുടെ ഭവനത്തിൽ നിന്നും യാത്രയായത്? കുട്ടികളെയും കന്നുകാലികളെയും. ദാൻ ഗോത്രക്കാർ മിക്ക ഉണ്ടാക്കിയവയെല്ലാം എടുത്തുകൊണ്ട് യാത്രയായപ്പോൾ മിക്ക ആരെ ഒന്നിച്ചുകൂട്ടിയാണ് അവരെ പിന്തുടർന്ന് മുൻപിൽ കയറിയത്? അയൽവാസികളെ. മിക്കായും അയൽവാസികളും ആരുടെ നേരെയാണ് അട്ടഹസിച്ചത്? ദാൻകാരുടെ. മിക്ക ഉണ്ടാക്കിയ ദേവന്മാരെ കൈവശമാക്കിയ ദാൻ ഗോത്രക്കാർ അവയോടൊപ്പം കൊണ്ടുപോകുന്നതായി മിക്ക പരാതിപ്പെടുന്നത് എന്താണ്? മിക്കായുടെ പുരോഹിതനെയും. ചെറുക്കാനാകാത്ത വിധം ദാൻ ഗോത്രക്കാർ ശക്തരാണെന്നത് കണ്ട് വീട്ടിലേക്ക് മടങ്ങിയത് ആര്? മിക്ക. മിക്ക ഉണ്ടാക്കിയ വസ്തുക്കളോടൊപ്പം അവൻ്റെ പുരോഹിതനെയും കൊണ്ട് ദാൻ ഗോത്രക്കാർ എത്തിയത് ആരുടെ അടുത്താണ്? ലായിഷിലെ ജനങ്ങളുടെ. മിക്ക ഉണ്ടാക്കിയ വസ്തുക്കളും അവൻ്റെ പുരോഹിതനുമായി എത്തിയ ദാൻ ഗോത്രക്കാർ ലായിഷിലെ ജനങ്ങൾ ജീവിച്ചിരുന്നത് എപ്രകാരമായിരുന്നു എന്നാണ് പറയുക? ശങ്കയില്ലാത്തവരും ശാന്തരും. ലായിഷ് പട്ടണം സ്ഥിതി ചെയ്തിരുന്നത് എവിടെയായിരുന്നു? ബദ്രേഹോബിലുള്ള താഴ്വരയിൽ. ബദ്രേഹോബിലുള്ള താഴ്വരയിലെ ലായിഷ് പട്ടണം പുതുക്കിപ്പണിത് അവിടെ താമസമാക്കിയ ഇസ്രായേൽ ഗോത്രം ദാൻ ഗോത്രം. ഇസ്രായേലിൻ്റെ മകനായി
18-ാം അധ്യായത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി ദാൻ. ദാൻ ഗോത്രക്കാർ വാളിനിരയാക്കി തീവെച്ചു നശിപ്പിച്ച ലായിഷ് പട്ടണത്തിന് അവർ നൽകിയ പേര് ദാൻ. ലായിഷ് പട്ടണത്തെ നശിപ്പിച്ച ശേഷം ദാൻ ജനത തങ്ങൾക്കായി സ്ഥാപിച്ചതെന്താണ്? കൊത്തുവിഗ്രഹം. ന്യായാധിപന്മാർ 18-ാം അധ്യായത്തിൽ മോശയുടെ പുത്രനായി പരാമർശിക്കപ്പെടുന്നത് ആര്? ഹെർഷോം. ന്യായാധിപൻ 18-ാം അധ്യായം അനുസരിച്ച് മോശയുടെ പുത്രനായ ഗർഷോമിന്റെ പുത്രൻ ആരാണ്? ജോനാഥൻ. പ്രവാസകാലം വരെ ദാൻ ഗോത്രത്തിന്റെ പുരോഹിതന്മാരായിരുന്നവർ ജോനാഥനും പുത്രന്മാരും. ദൈവത്തിന്റെ ആലയം സ്ഥിതി ചെയ്തിരുന്ന പ്രദേശമായി സൂചിപ്പിക്കപ്പെടുന്ന സ്ഥലം ഷീലോയ്. മിക്ക ഉണ്ടാക്കിയ കൊത്തുവിഗ്രഹം ദാൻ ഗോത്രക്കാർ പ്രതിഷ്ഠിച്ചത് എവിടെയായിരുന്നു? ദൈവത്തിന്റെ ആലയമായിരുന്ന ഷീലോയിൽ. ന്യായാധിപന്മാർ അധ്യായം 19. ന്യായാധിപന്മാരുടെ 19-ാം അധ്യായത്തിൽ എവിടെ രാജവാഴ്ച ഇല്ലാതിരുന്ന കാര്യമാണ് സൂചിപ്പിക്കപ്പെടുന്നത്? ഇസ്രായേലിൽ. ഇസ്രായേലിൽ രാജവാഴ്ച ഇല്ലാതിരുന്ന കാലത്ത് എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്നത് ആര്? ഒരു ലേവ്യൻ. എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്ന ലേവ്യൻ ആരെയാണ് ഉപനാരിയായി സ്വീകരിച്ചത്? യൂദായിലെ ഒരു ബത്ലഹേംകാരിയെ. എഫ്രായിം മലനാട്ടിലെ ലേവ്യന്റെ ഉപനാരി പിണങ്ങി തിരികെ പോയത് എവിടേക്കാണ്? പിതാവിന്റെ ഭവനത്തിലേക്ക്. എഫ്രായിം മലനാട്ടിലെ ലേവ്യന്റെ ഉപനാരിയുടെ പിതാവിന്റെ ഭവനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? യൂദായിലെ ബത്ലഹേമിൽ. പിണങ്ങിപ്പോയ ലേവ്യന്റെ ഉപനാരി ഏകദേശം എത്ര നാളാണ് പിതാവിന്റെ ഭവനത്തിൽ താമസിച്ചത്? 4 മാസം. ആരെ അനുനയം പറഞ്ഞ് തിരികെ കൊണ്ടുവരാനാണ് എഫ്രായിം മലനാട്ടിലെ ലേവ്യൻ ഇറങ്ങിത്തിരിച്ചത്? പിണങ്ങിപ്പോയ തൻ്റെ ഉപനാരിയെ. പിണങ്ങിപ്പോയ തൻ്റെ ഉപനാരിയെ അനുനയം പറഞ്ഞ് തിരികെ കൊണ്ടുവരാൻ പോയ എഫ്രായിം മലനാട്ടിലെ ലേവ്യനോടൊപ്പം ഉണ്ടായിരുന്നത് ആര്? ഒരു വേലക്കാരൻ. തൻ്റെ ഉപനാരിയുടെ അടുത്തേക്ക് പോയ ലേവ്യൻ വേലക്കാരനോടൊപ്പം കൊണ്ടുപോയത് എന്താണ്? 2 കഴുതകളെ. പിണങ്ങിപ്പോയ ഉപനാരിയുടെ വീട്ടിലെത്തിയ ലേവ്യനെ സന്തോഷപൂർവ്വം സ്വീകരിച്ചത് ആര്? യുവതിയുടെ പിതാവ്. 3 ദിവസം ഉപനാരിയുടെ വീട്ടിൽ താമസിച്ച ശേഷം 4-ാം ദിവസം യാത്രയ്ക്കൊരുങ്ങിയ ലേവ്യനോട് യുവതിയുടെ പിതാവ് പറഞ്ഞതെന്താണ്? അല്പം ആഹാരം കഴിച്ച് ക്ഷീണം തീർത്തു പോകാം. ലേവ്യന്റെ ഉപനാരിയുടെ വീട്ടിൽ ഒരുമിച്ചിരുന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്തവർ ലേവ്യനും ഉപനാരിയുടെ പിതാവും. നിന്റെ ഹൃദയം സന്തുഷ്ടമാകട്ടെ എന്ന് ലേവ്യന്റെ ഉപനാരിയുടെ പിതാവ് പറയുന്നത് ആരോടാണ്? ലേവ്യനോട്. എത്രാം ദിവസം അതിരാവിലെ പോകാൻ തയ്യാറായ ലേവ്യനോടാണ് ഭക്ഷണം കഴിച്ച് ക്ഷീണം മാറ്റി വെയിലാറുന്നതുവരെ താമസിക്കണമെന്ന് അമ്മായിയപ്പൻ അഭ്യർത്ഥിക്കുന്നത്? 5-ാം ദിവസം. 5-ാം ദിവസം യൂദായിലെ ബത്ലഹേമിലെ ഉപനാരിയുടെ ഭവനത്തിൽ നിന്ന് ഭക്ഷണശേഷം പോകാൻ തയ്യാറായത് ആരൊക്കെയായിരുന്നു? ലേവ്യൻ, ഉപനാരി, വേലക്കാരൻ. 4 ദിവസം അമ്മായിയപ്പൻ്റെ ഭവനത്തിൽ താമസിച്ച ശേഷം 5-ാം ദിവസം യാത്ര പുറപ്പെട്ട് ലേവ്യൻ, ഉപനാരി, വേലക്കാരൻ എന്നിവർ എത്തിയത് എവിടെയാണ്? ജബൂസിന് എതിർഭാഗത്ത്. ജബൂസിൻ്റെ മറ്റൊരു പേര് ജെറുസലേം. ജബൂസിന് എതിർഭാഗത്തെത്തിയ ലേവ്യൻ, ഉപനാരി, വേലക്കാരൻ എന്നിവരോടൊപ്പം ഉണ്ടായിരുന്നത് ജീനിയിട്ട 2 കഴുതകൾ. നേരം വളരെ വൈകിയിരുന്നതിനാൽ നമുക്ക് ജബൂസ്യരുടെ ഈ പട്ടണത്തിൽ രാത്രി ചെലവഴിക്കാമെന്ന് ലേവ്യനോട് പറയുന്നതാര്? ഭൃത്യൻ. ജബൂസ്യരുടെ പട്ടണത്തിൽ രാത്രി ചെലവഴിക്കാമെന്ന ഭൃത്യന്റെ അഭ്യർത്ഥനയ്ക്ക് മറുപടിയായി ആരുടേതല്ലാത്ത അന്യനഗരത്തിൽ നാം പ്രവേശിക്കരുതെന്നാണ് ലേവ്യൻ പറയുക. ഇസ്രായേൽക്കാരുടേതല്ലാത്ത അന്യനഗരത്തിൽ പ്രവേശിക്കാൻ പാടില്ലാത്തതിനാൽ ജബൂസിൽ നിന്ന് എവിടേക്ക് പോകാമെന്നാണ് ലേവ്യൻ പറയുന്നത്? ഗിബയായിലേക്ക്. ഇസ്രായേൽക്കാരുടേതല്ലാത്ത അന്യനഗരത്തിൽ പ്രവേശിക്കാൻ പാടില്ലാത്തതിനാൽ നമുക്ക് എവിടെ രാത്രി കഴിക്കാമെന്നാണ് ലേവ്യൻ പറയുക? ഗിബയായിലോ റാമായിലോ? ജബൂസിൽ നിന്ന് ജെറുസലേമിൽ നിന്ന് യാത്ര തുടർന്ന ലേവ്യനും ഉപനാരിയും വേലക്കാരനും എത്തിയത് എവിടെയാണ്? ഗിബയായിൽ. ഗിബയ ആരുടെ പട്ടണമെന്ന സൂചനയാണ് ലഭിക്കുന്നത്? ബെഞ്ചമിൻ ഗോത്രക്കാരുടെ. ഗിബയായിൽ രാത്രി ചെലവഴിക്കാൻ ചെന്ന ലേവ്യനും കൂട്ടരും നഗരത്തിലെ തുറസായ സ്ഥലത്തിരുന്നതിന് കാരണമായി രേഖപ്പെടുത്തുന്നത് എന്താണ്? ഒരു മനുഷ്യനും രാത്രി കഴിക്കുന്നതിന് അവരെ സ്വാഗതം ചെയ്തില്ല.
ഗിബെയായിലെ ഒരു മനുഷ്യനും രാത്രി കഴിക്കുന്നതിന് സ്വാഗതം ചെയ്യാത്തതിനാൽ നഗരത്തിലെ തുറസായ സ്ഥലത്തിരുന്ന ലേവ്യനോടും കൂട്ടരോടും അന്വേഷണം നടത്തുന്നതാര്? ഒരു വൃദ്ധൻ. ഗിബെയായി നഗരത്തിലെ തുറസായ സ്ഥലത്തിരുന്ന ലേവ്യനോട് അന്വേഷണം നടത്തുന്ന വൃദ്ധൻ എവിടെ നിന്ന് വന്ന് ഗിബെയായിൽ താമസിക്കുന്നവനായിരുന്നു? എഫ്രായിം മലനാട്ടിൽ. ഗിബെയായി പ്രദേശത്തെ സ്ഥലവാസികൾ ആരായിരുന്നു? ബെഞ്ചമിൻ ഗോത്രക്കാർ. ഗിബെയായി നഗരത്തിലെ പൊതുസ്ഥലത്തിരുന്ന ലേവ്യനോട് വയലിലെ വേല കഴിഞ്ഞു മടങ്ങി വന്ന എഫ്രായിം മലനാട്ടുകാരനും ഗിബെയായിൽ വന്ന് താമസിക്കുന്നവനുമായ വൃദ്ധൻ ചോദിച്ചതെന്താണ്? നീ എവിടെ പോകുന്നു, എവിടെ നിന്ന് വരുന്നു? നീ എവിടെ പോകുന്നു, എവിടെ നിന്ന് വരുന്നു എന്ന എഫ്രായിം മലനാട്ടുകാരനായ വൃദ്ധന്റെ ചോദ്യത്തിന് തങ്ങൾ എവിടെ നിന്ന് എവിടേക്ക് പോവുകയാണെന്നാണ് ലേവ്യൻ പറയുക. യൂദായിലെ ബെത്ലഹേമിൽ നിന്ന് എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശത്തേക്ക്. തനിക്ക് ഗിബെയായ് നിവാസികളാരും അഭയം തരുന്നില്ലെന്ന് വൃദ്ധനോട് പരിഭവപ്പെടുന്ന ലേവ്യൻ തൻ്റെ കൈവശമുണ്ടെന്ന് പറയുന്നവ എന്താണ്? പുല്ല്, വൈക്കോൽ, അപ്പവും വീഞ്ഞും. ഗിബെയായ് നിവാസികളാരും അഭയം നൽകാത്ത ലേവ്യനും ഉപനാരിക്കും വേലക്കാരനും വേണ്ടതൊക്കെ ചെയ്തു തരാമെന്ന് ഉറപ്പു നൽകുന്നതാര്? വൃദ്ധൻ. ഗിബെയായിലെ പൊതുസ്ഥലത്ത് രാത്രി തങ്ങരുതെന്ന് ലേവ്യനും ഉപനാരിക്കും വേലക്കാരനും മുന്നറിയിപ്പ് നൽകുന്നതാര്? വൃദ്ധൻ. തൻ്റെ ദേശമായ എഫ്രായിം മലനാട്ടിലേക്ക് പോകുകയായിരുന്ന ലേവ്യനും കൂട്ടർക്കും അഭയം നൽകുന്ന എഫ്രായിം മലനാട്ടുകാരനായ വൃദ്ധൻ തൻ്റെ വീട്ടിൽ അവരെ കൊണ്ടുപോയി നൽകിയതെന്താണ്? കഴുതകൾക്ക് തീറ്റയും ഭക്ഷണപാനീയങ്ങളും. വൃദ്ധന്റെ വീട്ടിൽ പോയി കഴുതകൾക്ക് തീറ്റ കൊടുത്ത് കാല് കഴുകി ഭക്ഷണപാനീയങ്ങൾ കഴിച്ച ലേവ്യനും സന്തുഷ്ടരായിരിക്കുമ്പോൾ ആ ഭവനം വളഞ്ഞ് വാതിലിൽ ഇടിച്ചത് ആര്? നഗരത്തിലെ ചില ആഭാസന്മാർ. വൃദ്ധന്റെ വീട് വളഞ്ഞ് വാതിലിൽ ഇടിച്ച ഗിബെയായ് നഗരത്തിലെ ചില ആഭാസന്മാർ ആരെ പുറത്തു കൊണ്ടുവരണമെന്നാണ് ആവശ്യപ്പെടുന്നത്? വൃദ്ധന്റെ വീട്ടിൽ വന്നിരിക്കുന്ന മനുഷ്യനെ. തൻ്റെ വീട് വളഞ്ഞ് വാതിലിൽ ഇടിക്കുകയും തൻ്റെ വീട്ടിലെ അതിഥിയായ മനുഷ്യനെ പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട ഗിബെയായ് നഗരത്തിലെ ആഭാസന്മാരെ വീട്ടുടമസ്ഥനായ വൃദ്ധൻ അഭിസംബോധന ചെയ്യുന്നത് എപ്രകാരമാണ്? സഹോദരന്മാരെ. ഗിബെയായ് നഗരത്തിലെ ആഭാസന്മാരോട് ചെയ്യരുതെന്ന് വൃദ്ധൻ അപേക്ഷിക്കുന്നത് എന്താണ്? തിന്മ, മ്ലേച്ഛപ്രവൃത്തി. ഗിബെയായ് നഗരത്തിലെ ആഭാസന്മാരോട് തിന്മ, മ്ലേച്ഛപ്രവൃത്തി എന്നിവ ചെയ്യരുതെന്ന് അപേക്ഷിക്കുന്ന വൃദ്ധൻ തനിക്ക് ഉണ്ടെന്ന് പറയുന്നത് എന്താണ്? കന്യകയായ ഒരു പുത്രി. തനിക്ക് ഒരു കന്യകയായ പുത്രിയുണ്ടെന്ന് ഗിബെയായ് നഗരത്തിലെ ആഭാസന്മാരോട് പറയുന്ന വൃദ്ധൻ തൻ്റെ അതിഥിയായ മനുഷ്യന് ഉണ്ടെന്ന് വ്യക്തമാക്കുന്നത് എന്താണ്? ഒരു ഉപനാരി. ഗിബെയായ് നഗരത്തിലെ ആഭാസന്മാരോട് തൻ്റെ അതിഥിയായ മനുഷ്യനോട് കാണിക്കരുതെന്ന് വൃദ്ധൻ അഭ്യർത്ഥിക്കുന്നത് എന്താണ്? നികൃഷ്ടത. ലേവ്യൻ ആരെയാണ് ഗിബെയായിലെ ആഭാസന്മാർക്ക് വിട്ടുകൊടുത്തത്? തൻ്റെ ഉപനാരിയെ. ഗിബെയായിലെ ആഭാസന്മാരുടെ പീഡനത്തിനിരയായ ലേവ്യന്റെ ഉപനാരി പ്രഭാതമായപ്പോൾ തളർന്നു വീണത് എവിടെയാണ്? തൻ്റെ നാഥൻ കിടന്നിരുന്ന വീടിന്റെ വാതിൽക്കൽ. രാവിലെ എഴുന്നേറ്റ് യാത്ര തുടരാൻ പുറത്തേക്കിറങ്ങിയ ലേവ്യൻ കൈകൾ കട്ടിലപ്പടിമേൽ വെച്ച് വാതിൽക്കൽ ആര് കിടക്കുന്നതാണ് കണ്ടത്? തൻ്റെ ഉപനാരി. ഗിബെയായിലെ ആഭാസന്മാരുടെ പീഡനത്തിനിരയായി മരിച്ചു വീണ തൻ്റെ ഉപനാരിയെ എന്തിൻ്റെ പുറത്ത് വെച്ചാണ് ലേവ്യൻ വീട്ടിലേക്ക് കൊണ്ടുപോയത്? കഴുതപ്പുറത്ത് വെച്ച്. ഗിബെയായിലെ ആഭാസന്മാരുടെ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട തൻ്റെ ഉപനാരിയെ എത്ര കഷ്ണങ്ങളായാണ് ലേവ്യൻ ഛേദിച്ചത്? 12. ഗിബെയായിലെ ആഭാസന്മാരുടെ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട തൻ്റെ ഉപനാരിയെ 12 കഷ്ണങ്ങളായി ഛേദിച്ച് ലേവ്യൻ കൊടുത്തയച്ചത് എവിടെയാണ്? ഇസ്രായേലിൽ എല്ലായിടത്തേക്കും. ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് വന്നതിന് ശേഷം ഇന്നുവരെ സംഭവിക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ലാത്ത തിന്മയെപ്പറ്റി ഇസ്രായേല്യർ അഭിപ്രായപ്പെട്ടത് എന്താണ്? ഇതേപ്പറ്റി ആലോചിച്ച് തീരുമാനിക്കുവിൻ. ന്യായാധിപന്മാർ 19-ാം അധ്യായത്തിലെ വാക്യങ്ങൾ എത്രയാണ്? 30. ന്യായാധിപന്മാർ 19-ാം അധ്യായത്തിലെ ഏക തലക്കെട്ട് ഏത്? ഗിബെയക്കാരുടെ മ്ലേച്ഛത.